സൈലൻസ് പ്ലീസ്. അതെ, ഈ ക്ലാസ്സിലെ ലീഡറായ ഞാൻ. നമ്മള് ഇത് ക്ലാസ് റൂം ആണെങ്കിലും തുല്യതാ പരീക്ഷ എഴുതുന്ന ആളുകളാണ്. ആ ഓർമ്മ വേണം. നമ്മളെ കൂട്ടത്തില് മക്കളും പേരക്കുട്ടിയുള്ള ആളുകളൊക്കെ ഉണ്ട്. അതൊന്ന് കണ്ടറിഞ്ഞ് സംസാരിച്ചൂടെ? എന്താണ് ബ്രോ ഒരുമാതിരി തന്ത വൈബ്? അതെ, മലയാളം മാഷിപ്പോ ഇന്ന് വായന ചർച്ചയാണ്, പുസ്തക ചർച്ച. അത് ഓർമ്മയില്ല എല്ലാവർക്കും? നമസ്തേ നമസ്തേ നമസ്തേ. ഇരിക്കും. രണ്ടുപേരും ലീവ് ഉണ്ടല്ലോ. അവർ ആബ്സെന്റ് ആയിട്ടോ സാർ? ഓ, ആബ്സെന്റ് ആയിട്ടാ. നമ്മള് ഇന്ന് കെ.ആർ. മീരയുടെ ഖബർ എന്ന പുസ്തകത്തിന്റെ ചർച്ചയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അത് വായിച്ചു വരാൻ പറഞ്ഞതാ. വായിക്കാത്ത ആരെങ്കിലും ഉണ്ടോ അവിടെ? അതെന്തേ വായിക്കായിരുന്നേ? അത് പിന്നെ പുസ്തകത്തിന്റെ പേര് ഖബർ എന്നായതുകൊണ്ട് ഉമ്മ പറഞ്ഞു പേടിയാവും. ഐസ്, നീ ഒരു മിണ്ടല്. ഈ നോവലിലെ പ്രധാന കഥാപാത്രങ്ങളെ കുറിച്ച് ആർക്കാണ് പറയാൻ പറ്റുക? ഞാൻ പറയാം മാഷേ. ഓക്കെ, എന്നാ നിസാർ പറ. മാഷേ, ഇതിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് വിവാഹമോചിതയായ ഭാവന സച്ചിദാനന്ദൻ എന്ന ജില്ലാ ജഡ്ജിയാണ്. പിന്നെ അവരുടെ ADHD ബാധിച്ച മകൻ. കോടതിയിൽ കേസുമായി വന്ന കാക്കശ്ശേരി കയാലുദ്ദീൻ തങ്ങൾ. അദ്ദേഹത്തിന് ഇന്ദ്രജാലവും മന്ത്രവാദവും അപാര കരിഷ്മാറ്റിക് ക്യാരക്ടറുമാണ്. ഭാവനയുടെ മുൻ ഭർത്താവ് പ്രമോദ്. പിന്നെ ഭാവനയുടെ അച്ഛൻ, അമ്മ. പിന്നെ ഐതിഹ്യത്തിലെ യോഗീശ്വരൻ അമ്മാവൻ. കൂടെ 2 പെൺകുട്ടികളും. ഇത്രയുമാണ് കഥാപാത്രങ്ങൾ. അതിന്റെ ലേറ്റ് ആയത് ഓക്കെ. അപ്പൊ ഈ നോവലിലെ കഥാപാത്രങ്ങൾ ഇവരൊക്കെയാണ്. ഇതിന്റെ ഇതിവൃത്തത്തെ കുറിച്ച് ആരാണ് പറയാ? സമത് പറയും. സമത് പറയോ? ഞാൻ പറയാം. സാകേതം ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു കല്യാണ മണ്ഡപം പണിയാൻ വേണ്ടി ഒരു സ്ഥലം വാങ്ങുന്നുണ്ട്. ഈ സ്ഥലത്ത് ഖയാലുദ്ദീൻ തങ്ങൾ തന്റെ പൂർവികന്റെ ഒരു ഖബർ അത് സംരക്ഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുകയാണ്. അപ്പോൾ കോടതിയിൽ ഈ കേസ് പരിഗണിക്കുന്നത് ജില്ലാ ജഡ്ജിയായ ഭാവനയ്ക്ക് മുന്നിലാണ്. ഖയാലുദ്ദീൻ തങ്ങളുടെ ഇന്ദ്രജാല പ്രകടനങ്ങൾ ഒരു പരിധിവരെ ഈ ജഡ്ജി ഭാവനയെ സ്വാധീനിക്കുന്നുണ്ട്. രേഖകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഖയാലുദ്ദീൻ ഈ കേസിൽ പരാജയപ്പെടുന്നുവെങ്കിലും ഈ ജഡ്ജിയും ഖയാലുദ്ദീൻ തങ്ങളും ഒരു വിശുദ്ധമായ പ്രണയം ഇവിടെ രൂപപ്പെടുന്നുണ്ട്. അവസാനം ഒരു അപകടത്തിൽ ഖയാലുദ്ദീൻ മരണപ്പെടുന്നുവെങ്കിലും ഈ പ്രണയത്തിൽ ഭാവന ഒരു പൂർണ്ണത കണ്ടെത്തുന്നുണ്ട്. എന്താ സംസാരിക്കുന്നത്? ഈ കഥയിലെ പ്രധാന പോയിന്റ് എന്താ? അനീസ് ഒന്ന് പറഞ്ഞേ. അതെ മാഷേ, ഈ ഭാവനക്ക് ഖയാലുദ്ദീൻ തങ്ങളോട് പ്രേമം തോന്നുന്നുണ്ട്. എന്റെ അഭിപ്രായത്തിൽ അത് ലവ് ജിഹാദ. ഭാവനല്ലേ പ്രണയിക്കുന്നത്? അത് ഗർഭാവസ്ഥയാണ്. നിങ്ങൾ തമാശ ഒഴിവാക്കി കുറച്ച് സീരിയസ് ആവും കുട്ടികളെ. അപ്പോ ഈ നോവൽ നമ്മുടെ സമകാലിക ഇന്ത്യയുടെ ഭൂരിപക്ഷ രാഷ്ട്രീയവുമായി എങ്ങനെയാണ് സംവദിക്കുന്നത്? കുറച്ച് രാഷ്ട്രീയ ബോധമുള്ള ഒരാൾ പറയണം. വാഹിദ് പറ. മാഷെ, ഈ നോവൽ സംസാരിക്കുന്നത് നീതിയുടെ കബറത്തെ കുറിച്ചാണ്. മാഷ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഈ നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രം ഖിയാലുദ്ദീൻ തങ്ങൾ മരണപ്പെടുന്ന അതേ ദിവസം തന്നെയാണ് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ബാബരി മസ്ജിദിന്റെ വിധി പ്രസ്താവിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? രേഖകളുടെയും അധികാരത്തിന്റെയും പിൻബലത്തിൽ മനുഷ്യത്വത്തെ എങ്ങനെ തോൽപ്പിക്കുന്നു എന്ന് ഈ നോവൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ ഖയാലുദ്ദീൻ തങ്ങളുടെ മസ്തിഷ്ക മരണം ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ മരണവും നിയമത്തിന്റെ കബറടക്കവുമാണ് കെ.ആർ. മീര വളരെ മനോഹരമായിട്ട് ചിത്രീകരിക്കുന്നത്. അതായത് കെ.ആർ. മീരയുടെ ഖബർ എന്ന നോവലിന്റെ പ്രധാന ഉള്ളടക്കം ഇതാണ്. നമ്മുടെ സമകാലിക ഇന്ത്യയുടെ ഭൂരിപക്ഷ രാഷ്ട്രീയത്തെ വളരെ മനോഹരമായി ഈ നോവൽ വരച്ചു കാണിക്കുന്നത്. മാഷ വെല്ലടിച്ച് ഇന്നത്തേക്ക് ഇത് മതി. ലേറ്റ് ആ പെണ്ണുങ്ങൾ കുറെ കയറ്റില്ല. ലേറ്റായിട്ട് വരികയും ചെയ്യും, നേരത്തെ പോവുകയും വേണം. ആയിക്കോട്ടെ.